മലപ്പുറം ആദവനാട് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയം മുൻപാണ്, അതായത് കൃത്യമായി പറഞ്ഞാൽ 12:30ക്കാണ് ഈ ലോറി ക്വാറിയിലേക്ക്, വെള്ളം നിറച്ചുള്ള ഒരു ക്വാറിയിലേക്ക് പതിക്കുന്നത്. ആ ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവർ രക്ഷപ്പെട്ടു. പക്ഷേ ക്ലീനർ ലോറിക്കുള്ളിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. 70 അടിയോളം താഴ്ചയുള്ള ഒരു കരിങ്കൽ ക്വാറിയിലേക്കാണ് ഈ ലോറി പതിച്ചത്. രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമാണ്. കാരണം തന്നെ അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ക്വാറിയുടെ ആഴം തന്നെയാണ്. 70 അടിയോളം താഴ്ചയുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല അടിത്തട്ടിൽ ചെളി നിറഞ്ഞു കിടക്കുന്നു എന്നാണ് ഫയർഫോഴ്സ് ഡൈവിംഗ് സംഘം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് ഉയർത്താനുള്ള തീവ്ര ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട്. അജി കുഞ്ഞുമോൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജി, ഇപ്പോൾ ആ ബെൽറ്റ് വെള്ളത്തിലേക്ക് ഇറക്കി അത് തിരികെ വലിക്കുന്നതാണ് കാണുന്നത്. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്? പ്രവിത, രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിൽ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, ഈ രക്ഷാപ്രവർത്തകർ ഇപ്പോൾ മുങ്ങൽ വിദഗ്ധർ ഇവിടേക്ക് താഴേക്ക് ഡൈവ് ചെയ്ത് ഈ ലോറിക്കുള്ളിലേക്ക് ഈ ബെൽറ്റ് ഹാങ് ചെയ്യുന്നു. അതിനുശേഷം ഉയർത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കടമ്പ. അത് ഏറ്റവും എടുത്തു പറയേണ്ടത് 70 അടി താഴ്ചയുണ്ട്. ആ 70 അടി താഴ്ചയിൽ ഏറ്റവും ദുഷ്കരമായ കാര്യം ഈ ലോറി ചെളിയിലാണ്ട് കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്ത് പറയേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ഇത് ഉയർത്തുക, അവിടെ ഈ ബെൽറ്റ് ഹാങ് ചെയ്യുക എന്നുള്ളത് ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. അതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ ഈ രക്ഷാപ്രവർത്തകർ അത്തരത്തിൽ ഹാങ് ചെയ്യാനുള്ള ഒരു നടപടിയാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അവസാന ഘട്ടത്തിൽ ആണ് എന്ന് നമുക്ക് പറയാം. കാരണം എത്രയും വേഗം തന്നെ ലോറി ഉയർത്തിയേ കഴിയുള്ളൂ. കാരണം പ്രദേശത്ത് ഇരുട്ട് വീഴാറായി. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ ഇത് ഉയർത്തിയേ മതിയാകൂ. ഇരുട്ട് വീണ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വലിയ തരത്തിൽ ദുഷ്കരമാകും എന്നതാണ് പ്രധാനമായും എടുത്ത് പറയേണ്ടത്. ഇപ്പോൾ മുങ്ങൽ വിദഗ്ധരടക്കം ഡൈവ് ചെയ്ത് ഹാങ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് എന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. നോക്കൂ, 12:30 നടക്കുന്ന ഒരു അപകടമാണ്. 12:30 ഒരു മനുഷ്യജീവൻ ഈ 70 അടി താഴ്ചയുള്ള ഈ പ്രവർത്തനരഹിതമായ കരിങ്കൽ ക്വാറിയിലേക്ക് വീണത്. അപ്പോൾ മുതൽ തന്നെ രക്ഷാപ്രവർത്തനം നടക്കുന്നു. അത് 5 മണിക്കൂർ പിന്നിടുമ്പോഴും ഇതേവരെ മനുഷ്യജീവനെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഏറ്റവും ദുഃഖകരമായ കാര്യം കൂടി ഈ ഘട്ടത്തിൽ എടുത്ത് പറയേണ്ടതുണ്ട്. അത്രയും ആദ്യഘട്ടങ്ങളിലൊക്കെ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അത് ഫലപ്രാപ്തി എത്തിയില്ല. വീണ്ടും അത് മുങ്ങൽ വിദഗ്ധർ താഴേക്ക് റോപ്പും ബെൽറ്റും ഒക്കെ ഘടിപ്പിച്ചുകൊണ്ട് ക്രെയിൻ ഉയർത്തി ലോറി ഉയർത്തുവാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നിത്യോപയോഗ സാധനങ്ങൾ അടക്കം കൊണ്ടുപോകുന്ന ഒരു ലോറിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭാരം ആ ലോറിക്കുണ്ട്. അപ്പോൾ എത്രത്തോളം ശ്രമകരമാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ലോറിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ് മുസ്തഫ എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഉച്ചയ്ക്ക് ലോറി നിറയെ സാധനങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ഉയർത്താൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ടാകും? ലോറി നിറയെ സാധനങ്ങളുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ പ്രവൃത്തിക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള സാധനങ്ങൾ ഈ കുളത്തിൽ വീണ് കിടക്കുന്നതും കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഈ നിത്യോപയോഗ സാധനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഈ കുളത്തിൽ, അതായത് ഈ കോറിക്കുള്ളിൽ വീണ് കിടപ്പുണ്ട്. അപ്പോൾ അതിനേക്കാൾ ഏറെ ഒരു ദുഷ്കരമായ കാര്യം, സാധനങ്ങളെക്കാൾ ഏറ്റവും ദുഷ്കരമായി പറയേണ്ടത് ഈ ചെളിയിലാണ്ടുപോയി എന്നുള്ളതാണ്. അതാണ് ഉയർത്താൻ ഏറ്റവും പ്രയാസമുള്ളത്. പ്രത്യേകിച്ച് ലോറിയുടെ മുൻവശം ആണ് ഈ ചെളിയിലേക്ക് താഴ്ന്നു പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നും പിന്നെ മുസ്തഫയെ രക്ഷിച്ചുകൊണ്ട് വരിക എന്നുള്ളത് വലിയ ഒരു ശ്രമകരമായ ഒരു ദൗത്യമാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. വാഹനം ബ്രേക്ക് നഷ്ടപ്പെട്ടപ്പോൾ നേരെ ഈ 70 അടി താഴ്ചയുള്ള ഈ ക്വാറിയിലേക്ക് ആ ലോറി പതിക്കുകയായിരുന്നു. ഉടനെ തന്നെ ഡ്രൈവറിനെ രക്ഷിക്കാൻ കഴിഞ്ഞു. ഡ്രൈവറായ ജാഫറിനെ രക്ഷിക്കാൻ കഴിഞ്ഞു. ജാഫറിന് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ മുസ്തഫയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മുസ്തഫയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ 6 മണിക്കൂറുകളായി തുടരുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. ഇവിടെ രക്ഷാപ്രവർത്തകർ ഏറ്റവും പ്രധാനമായി എടുത്ത് പറയേണ്ടത് ജില്ലാ ഭരണകൂടമൊക്കെ ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞിരുന്നു. നിലവിൽ പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു ഏകോപനവും കാര്യങ്ങളും ഒക്കെ ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ ജനപ്രതിനിധികളുടെയൊക്കെ നേതൃത്വത്തിൽ ഇടപെടണമെന്നുള്ള ആവശ്യവുമുണ്ട്. കാരണം ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടു വന്നിട്ടും ഒരു മനുഷ്യജീവനെ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. ഏതായാലും ഉടനെ തന്നെ ലോറി ഉയർത്താൻ കഴിയും. കാരണം
ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഹാങ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഹാങ് ചെയ്തിട്ട് ഉടനെ തന്നെ ലോറി ഉയർത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയുമുണ്ട്. കാരണം ബെൽറ്റ് ലോറി ചുറ്റി ഘടിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായും എടുത്ത് പറയേണ്ടത്. ഒരു സൈഡിൽ മാത്രം ഈ ഹാങ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും അത് പൊട്ടി വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലോറിക്ക് ചുറ്റും ഹാങ് ചെയ്യുക, ബെൽറ്റ് ഉപയോഗിച്ച് ഹാങ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഇത് ഉയർത്താൻ കഴിയുള്ളൂ. ഒരു വശത്ത് മാത്രം ഹാങ് ചെയ്തുകൊണ്ട് ഉയർത്താൻ കഴിയില്ല. ഒരേപോലെ തന്നെ നാല് ഭാഗത്തും ചുറ്റിയാൽ മാത്രമേ അത് ഉയർത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം എന്തായാലും തുടരുകയാണ്. പ്രവിത. മലപ്പുറം മാധവനാട് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഉച്ചയ്ക്ക് 12:30യോടെയാണ് ഈ ലോറി കരിങ്കൽ ക്വാറിയിലേക്ക് മറിഞ്ഞത്. നിത്യോപയോഗ സാധനങ്ങളുമായി പോവുകയായിരുന്ന ലോറിയാണ് കരിങ്കൽ ക്വാറിയിലേക്ക് മറിഞ്ഞത്. അതിനുശേഷം രക്ഷാപ്രവർത്തനം വളരെ പെട്ടെന്ന് തന്നെ ആരംഭിച്ചെങ്കിലും റോപ്പിന് വേണ്ടത്ര നീളമില്ലാത്തതിനാണ് ലോറി ഉയർത്താൻ ആകാതിരുന്നത്. ലോറി 70 അടിയോളം താഴ്ചയിലാണ് അകപ്പെട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആ ലോറി ഉയർത്താനുള്ള അവസാനഘട്ട പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു എന്നുള്ള വിവരമാണ് അജി കുഞ്ഞുമോൻ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.